ഹായ്, എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് ധർമ്മശാലയിലാണ്, ഹിമാചലിൽ. സോ ഇവിടെ ട്രിയൂൺ എന്ന് പറഞ്ഞൊരു ട്രക്കിംഗ് ചെയ്യാണ്. ലാസ്റ്റ് എപ്പിസോഡ് കണ്ടവർക്കറിയാം, നമ്മൾ ട്രക്ക് ചെയ്തൊരു ഹാഫ് എത്തിയിട്ടുണ്ട്. സോ ഇനി നമുക്ക് കുറച്ചുകൂടെ പോകാനുണ്ട്. എപ്പോൾ എത്തുമെന്ന് നമുക്കറിയില്ല. അത് ഓരോ ആളുകളും നമ്മൾ കയറുന്നതിനനുസരിച്ചാണ് എത്രയാവും എന്നുള്ളത്. നോക്കി എന്ത് ബ്യൂട്ടിഫുള്ളാണ്. നോക്ക്, ധർമ്മശാല വരുന്നവരെന്തായാലും മസ്റ്റായിട്ടും ഈ ഒരു ട്രക്കിംഗ് ചെയ്യണം കേട്ടോ. നോക്കി കണ്ടോ, ആ പൂക്കളാണ് ഈ ഒരു ഇന്നത്തെ ട്രക്കിങ്ങിൻ്റെ ശരിക്കും പറഞ്ഞ ഹൈലൈറ്റ്. എന്ത് രസമാണെന്നറിയോ, ഇതുവരെ കാണാത്തൊരു ടൈപ്പ് പൂക്കളാണ്. ദേ അതിൻ്റെ മുകളിലൊക്കെ ദേ മഞ്ഞ് വീഴുന്നുണ്ട് കേട്ടോ. നോക്ക്, സ്നോ ആണ് ആ കാണുന്നത്. ഏറ്റവും ടോപ്പിൽ മാത്രമേ ഉള്ളൂ. ഈ ഒരു ട്രക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 8 കിലോമീറ്ററാണ് താഴേന്ന്. അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെയും മുകളിലേക്ക് കയറി പോവാം. 30 കിലോമീറ്ററൊക്കെ ട്രക്കിംഗ് ഉണ്ട്. അത് ഒരു ട്രക്കിംഗ് കഴിഞ്ഞ് അവിടെ ക്യാമ്പ് ചെയ്ത് അടുത്ത സ്ഥലത്തേക്ക് അങ്ങനെ പോകണം. കണ്ടോ പൂക്കളും പൂമ്പാറ്റകളും. വാ, സോ ബ്യൂട്ടിഫുൾ. ഭയങ്കര അടിപൊളിയായിട്ടുള്ള ട്രക്കിംഗ് ആണേ. മുകളിലെത്താറായപ്പോഴേക്കും ഭയങ്കര ടയർഡായി. ഫൈനൽ സ്ട്രെച്ച്, 1 കിലോമീറ്റർ ടു ഗോ. വാ, നമുക്ക് 1 കിലോമീറ്റർ കൂടെ ഉള്ളൂ. വി ക്യാൻ ഡു ദിസ്. അവൻ ആദ്യമായിട്ട് ചെയ്യുന്നതിൻ്റെ ഞാൻ 6 മാസം ബ്രേക്ക് എടുത്തിട്ട് 6 മാസത്തിന് ശേഷം ട്രക്ക് ചെയ്യുന്നത്. ലാസ്റ്റ് ഒക്ടോബറിലെങ്ങാണ്ട ഞാൻ ട്രക്ക് ചെയ്ത്. അത് ഹെവി ആയിരുന്നു ബാഗായിട്ട്. കോട താഴേക്ക് ഇറങ്ങുന്നുണ്ട്. ഈ വഴി കൂടെ ഒക്കെ ഉണ്ടോ നമ്മളിതേ കയറി വന്നിട്ടുള്ളത്. നമ്മൾ 2 മിനിറ്റ്സ് റെസ്റ്റ് എടുക്കുകയാണ്. ഇനി ഇതേ ആ വഴിയിലൂടെ വേണം പോകാനായിട്ട്. അവിടെ പഴയ സ്നോ എല്ലാം കാണാൻ പറ്റുന്നുണ്ട്. ഐസ് പിടിച്ചിരിക്കുന്നു. കുഴപ്പമൊന്നുമില്ല. അതുവഴി വേണം പോകാൻ. അതുവഴി പോയിട്ട് കാണിച്ചു തരാം. ഇതുവഴി കയറി അതുവഴി കയറി ആ മല കണ്ട, ആ മല അപ്പുറം കിടക്കണം ഈ കാടിനുള്ളിൽ കൂടെ. സ്റ്റീപ്പാണ്, ഇനി അങ്ങോട്ട് നല്ല സ്റ്റീപ്പാണ്. ഫൈനൽ ഇത് എപ്പോഴും ഭയങ്കര ഡിഫിക്കൽട്ടായിരിക്കും. അപ്പോൾ ഇനി മുകളിലേക്ക് കുറച്ച് ഡിഫിക്കൽട്ട്. അവിടെ നിന്നൊക്കെ ഒരാൾക്കാർ നടന്നു വരുന്നുണ്ട കണ്ട, അതുവഴിയൊക്കെ വേണം പോകാനായിട്ട്. കണ്ട എത്ര ദൂരം. ഈ മലേനപ്പുറമാണ് നമുക്ക് ട്രിയൂണിൻ്റെ ടോപ്പ്. ഇവിടെ നോക്ക്, ഫുള്ള് ഹെയിൽ സ്റ്റോമാണ് കേട്ടോ. അത് ഇന്നലെ എങ്ങാണ്ട് വീണതാ, പിന്നെ അത് പൊടിഞ്ഞിട്ടില്ല. ഹെയിൽ സ്റ്റോമാ, നല്ല ഹെയിൽ സ്റ്റോം പൊടിഞ്ഞിട്ട് കാണുന്ന മൊത്തം ഹെയിൽ സ്റ്റോമാ. സ്നോ അല്ല, സ്നോ ആണെങ്കിൽ ഇങ്ങനെ കട്ടായിട്ട് കിടക്കൂല. കണ്ട നോക്ക്, ഫുൾ ഹെയിൽ സ്റ്റോമാ കണ്ട. കാരണം റൗണ്ടിൽ ഷേപ്പിലൊക്കെയാണ് കിടക്കുന്നത്. ഇനി വെറും 500 മീറ്റേഴ്സേ ഉള്ളൂ. പക്ഷെ അത് ഇങ്ങനെ കയറിയിട്ട് ഈ മല കുത്തരങ്ങനെ കയറണം. ഓൾമോസ്റ്റ് എത്താനായിട്ടുണ്ട് കേട്ടോ. ഇതേ നമ്മൾ വന്ന വഴിയാട്ടോ ഇത്. ഇതുവഴി ഇങ്ങനെ കറങ്ങി അതുവഴിയെല്ലാം വന്ന്. ഇനി കുറച്ചും കൂടെ ഉള്ളൂ. അല്ല, ഫുള്ള് ഹെയിൽ സ്റ്റോമാ പോകുന്ന വഴിക്ക്. അത് ഇന്നലത്തെ ആ മഴയിൽ കിട്ടിയതാ. ഇവിടെ നല്ല മഴ പെയ്തില്ലേ, ആ മഴയിലാണ് ഇത് മൊത്തം ചാടിയത്. അത് പിന്നെ തണുപ്പുള്ളതുകൊണ്ട് അങ്ങനെ പോകാണ്ട് നിൽക്കുക. ഓൾമോസ്റ്റ് ടോപ്പ് എത്താനായിട്ടുണ്ട്. ഫൈനലി ഇതേ ട്രീയുടെ ടോപ്പിലെത്തിയിട്ടുണ്ട്. ഇതേ ആൾട്ടിറ്റ്യൂഡ് 2875 മീറ്റേഴ്സ്. വെൽക്കം ടു ട്രിയൂൺ. വാ, മിണ്ടാ വയ്യ. വാവ്, ഇവിടെ ഉണ്ടോ നമ്മൾ ഏറ്റവും ബേസാണ്, സ്റ്റാർട്ടിങ്ങിലാണ് ഇത് ട്രിയൂണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് ഇതേ കണ്ട, കുണ്ട്ലി പാസ് 4000, മാത്തർ ഹോൺ 4490 മീറ്റേഴ്സ്. ഓക്കെ, മുൻ പീക്ക്. ഇവിടെ കുറേ ട്രക്കിംഗ് ഉണ്ട്. ദേ ഈ ഇന്ദിരാഹർ ആ പാസ്, അത് ഭയങ്കര ഡിഫിക്കൾട്ടാണ്. മീറ്റർ കുറവാണെങ്കിലും അത് ഭയങ്കര ഡിഫിക്കൾട്ടാണ്. ദേ എന്തോ ലാവേഷ് കേവ്, ക്യാമൽ പീക്ക് കണ്ടാ, ഇത്ര ഐറ്റംസ്. ദേ അതിൻ്റെ എല്ലാം കിലോമീറ്റർ ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. കരേരി ലേക്ക് 33 കിലോമീറ്റർ. സന്തോഷമായില്ലേ? ഒന്നും പറയാൻ പറ്റില്ല അല്ലേ? പറ, എന്തെങ്കിലുമൊക്കെ പറ. പറയാനുള്ള എനർജി ഇല്ല, പിന്നെ സന്തോഷമാണ് ആ മുഖത്ത് കാണുന്നത്. ഐ ആം സോ ഹാപ്പി. കഴിഞ്ഞു, ഇനിയാണ് തുടങ്ങുന്നത്. ഇവിടുന്നാണ് എല്ലാ ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ നമുക്ക് ടൈമില്ല. നമുക്കിനി വേറെ കുറച്ച് സ്ഥലം കൂടെ എക്സ്പ്ലോർ ചെയ്തിട്ട് വേണം നമുക്ക് ബാംഗ്ലൂർക്ക് പോകാനായിട്ട്. സോ നമുക്ക് ടൈമില്ല. അതാണ് അങ്ങോട്ടുള്ള വഴി. അത് ഭയങ്കര സ്റ്റീപ്പായിരിക്കും, ഭയങ്കര ഡീപ്പായിരിക്കും, ഡിഫിക്കൾട്ടും ആയിരിക്കും. അതാണ് ഇപ്പോൾ ട്രിയൂണിൻ്റെ ടോപ്പ്. പക്ഷെ വ്യൂ കാണാൻ പറ്റുന്നില്ല, കാരണം ഫോഗ് മൂടിയേക്കോ. കംപ്ലീറ്റ് ഫോഗാണ്. അതുകൊണ്ട് നമുക്ക് ആ മലയൊന്നും കാണാൻ പറ്റുന്നില്ല കേട്ടോ. ഇവിടുത്തെ സൺറൈസും സൺസെറ്റൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ഇവിടെ സ്റ്റേ ചെയ്തിട്ട്. പക്ഷേ
നമ്മളിപ്പോൾ ഇന്നലെ പ്ലാൻ ചെയ്ത എല്ലാ പ്ലാനും കൊള്ളായതുകൊണ്ട് ഇന്ന് തന്നെ നമ്മൾ തിരിച്ച് താഴേക്ക് ഇറങ്ങണം. ആദ്യം നമ്മൾ ഫുഡ് കഴിക്കണം. ഫുഡ് എന്തെങ്കിലും കഴിക്കണം ഇവിടെ ഇരുന്ന്. വരുന്ന വഴിക്ക് നമുക്ക് ഫ്രണ്ട്സിനൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇത് എന്തായിരുന്നു പേര്? ഡോർ, റൈറ്റ്? ഡോർ ഓർക്കൂലേ? അതാണ് ഡോർ ഫ്രം ഇസ്രായേൽ. പിന്നെ റിതേഷ് ഗുജറാത്ത്. ഓക്കെ, ഇവിടെ വേറെ ഒരാൾ കൂടെ. ഹായ്, ഹലോ. കുറെ ഡോഗ്സ് നമ്മളെ കൂടെ ഇങ്ങനെ വന്നിട്ട് ഇവിടെ ഇരിക്കും കേട്ടോ. നമ്മളിത് അവിടെ ഫുഡൊക്കെ കഴിച്ചിരിക്കുകയാണ്. താങ്ക് യു സോ മച്ച് ഫോർ ദിസ് ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ ദ കുർക്കുറേ. ഇതെല്ലാം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തു. എൻ്റെ കയ്യിൽ കുറച്ച് ബ്രെഡ് ഉണ്ടായിരുന്നു, അപ്പോൾ അത് ഞാൻ അവർക്ക് കൊടുത്ത് നമ്മളിങ്ങനെ കഴിച്ചതാ. ഈ ഒരു വ്യൂ ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വ്യൂ കുറച്ചും കൂടെ ക്ലിയർ ആയിട്ടുണ്ട് കേട്ടോ. സോ നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഇങ്ങനെ ഇവിടെ ഇരിക്കുകയാണ്. നമുക്ക് ഇന്ന് തിരിച്ചിറങ്ങണം. യു ഓൾസോ ഗോയിങ് ഡൗൺ ടുഡേ? ഓക്കെ, കൂൾ. സോ എല്ലാവരും ഇന്ന് തിരിച്ചു പോകാനുള്ളവരാണ്. എനിക്ക് ആക്ച്വലി തണുക്കുന്നു. എൻ്റെ തീരെ പ്രൊട്ടക്ഷൻ ഇല്ലാത്ത ഈ ഒരു ഇത് മാത്രമേ എൻ്റെ ഉള്ളൂ. ഞാൻ ജാക്കറ്റ് ഒന്നും എടുത്തിട്ടില്ല കേട്ടാ. എനിക്ക് ഇന്ന് ഇവിടെ നിൽക്കാൻ തോന്നുന്നുണ്ടല്ലേ? ടയർഡായിട്ട് ക്യാമ്പ് ചെയ്യാനൊന്നും ഒരു സംഭവം നമ്മളുടെ കയ്യിലില്ല. അപ്പം അതുകൊണ്ട് നമുക്ക് എന്തായാലും തിരിച്ചിറങ്ങണം. ഭയങ്കര ടയർഡ്. ഇനി എങ്ങനെ ഇറങ്ങുമെന്ന് ആലോചിക്കുന്നു. നേരത്തെ കണ്ട അവർ രണ്ടുപേരും അതുവഴി പോയി. നമുക്ക് സെയിം വഴിയിൽ തിരിച്ചിറങ്ങണം. നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല. 2 വഴിയുണ്ട് കയറാനും തിരിച്ചിറങ്ങാനും. അവർ കുറച്ചുകൂടെ നല്ല വഴി കൂടെയാണ് ഇറങ്ങുന്നത്. നമുക്ക് ആഗ്രഹമുണ്ട് അതുവഴി ഇറങ്ങണമെന്ന്. പക്ഷേ എന്ത് ചെയ്യാനാ, നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല അല്ലേ? നമ്മളെ ബാഗ് കുറച്ച് കഴിയുമ്പോൾ തന്നെ അവിടെ ഉണ്ട്. അവിടുന്ന് പിന്നെയും നമുക്ക് താഴേക്ക് കുറച്ചും കൂടെ ട്രക്ക് ചെയ്യാനുണ്ട്. അതുകൊണ്ട് വേറെ ഓപ്ഷൻ ഇല്ല. അല്ലെങ്കിൽ നമ്മൾ ധരംകോട്ടിൽ വല്ലതും വെക്കണമായിരുന്നു നമുക്ക്. പക്ഷെ അവിടെ ഒന്നും പരിചയമുള്ള ആളും ഹോട്ടലൊന്നും എടുത്തിട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എവിടെയും വെക്കാനും പറ്റിയില്ല. അതാണ് പണിയിട്ടത്. തിരിച്ചിറങ്ങുമ്പോഴേക്കും നമ്മൾ ഡെഡാ ഉറപ്പാ. കാലൊക്കെ വേദന എടുക്കുന്നുണ്ട്. ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്തോളൂ തിരിച്ചിറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോഴേക്കും ഭയങ്കര ടയർഡായിട്ടുണ്ട്. തലയൊക്കെ വേദനിച്ച് കണ്ണൊക്കെ എന്തായി, ഉറക്കം വന്ന് എന്തൊക്കെയോ ആവുന്നു. എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല എന്താ ഇപ്പോൾ ഫീൽ ചെയ്യണേന്ന്. ഫുൾ ബോഡി പെയിൻ എന്തൊക്കെയോ ഉണ്ട്. ഇതാ അവർ രണ്ടാൾ തിരിച്ചു വന്നേക്കുന്നു കേട്ടോ. ഞാൻ വിചാരിച്ച് അവർക്ക് ഇതുവഴി തന്നെ പോവാന്ന്, എന്തോ പോകണമെന്ന് പറഞ്ഞിട്ട്. അപ്പം ഇനി ഇതുവഴി തന്നെ വന്ന്. ഞാൻ ഓർക്കുന്നുണ്ട് നല്ല പരിചയമുള്ള സൗണ്ട്. അടിപൊളി. ഇപ്പം ഇനി കുഴപ്പമില്ല. നമ്മൾ 4 പേര് നമ്മളിത് അവിടെ ഇങ്ങനെ റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതുവഴിയൊക്കെയാണ് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ നോക്ക് ഒരു സ്റ്റേഡിയം ഞാൻ കാണിച്ചു തരാം കേട്ടോ. അങ്ങ് ദൂരെ നിന്ന് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് തന്നെ എനിക്കറിയില്ല. ഇതിൽ ക്ലിയർ ആയിട്ട് കാണുന്നില്ല കേട്ടോ. എന്നാലും എന്താ ആ കാണുന്നത്, എൻ്റെ കൈ വെച്ചിട്ട് കാണിച്ചു തരാം. ആ കാണുന്നത് അതാണ് ഹൈയസ്റ്റ് സ്റ്റേഡിയമാണ്. വേൾഡിലെ തന്നെ ഹൈയസ്റ്റ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത്രയും ഹൈ ആൾട്ടിറ്റ്യൂഡിലാണ് സ്റ്റേഡിയം ഉള്ളത്. ഗുഡ് മോർണിംഗ്. ഇന്നലെ നമ്മൾ ആക്ച്വലി ഒരു 3 മണി 3:30 ആയപ്പോൾ നമ്മൾ താഴേക്ക് ഇറങ്ങിയതാണ്. പിന്നെ എന്താ ഉണ്ടായെന്നൊന്നും പറയാൻ പോലും വയ്യ. നമുക്ക് എനർജി ഇല്ലായിരുന്നു. കംപ്ലീറ്റ്ലി നമ്മൾ ഡെഡായി. അങ്ങനെ ഇവനോ തീരെ വയ്യാണ്ടായി. സോ നമ്മളിവിടെ റൂം എടുത്തിട്ടാണ്. റൂമൊക്കെ മെസ്സിയാക്കി ഇട്ടേക്കുവാണ്. നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല. അങ്ങനെ വയ്യാണ്ടായിട്ട് ഇങ്ങനെ റൂം എടുത്ത്. കാരണം ഭയങ്കര ടയേർഡായിരുന്നു അല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു ലൈഫിലെ ആദ്യത്തെ ട്രക്കിംഗ് എക്സ്പീരിയൻസ്? കേറാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എങ്ങനെ 8 കിലോമീറ്റർ വൺ സൈഡ് 8 കിലോമീറ്റർ വൺ സൈഡ് എന്ന് പറഞ്ഞിട്ട് എനിക്കത് 8 എനിക്കൊരു 16 കിലോമീറ്റർ ആയിട്ടാണ് തോന്നിയത് കയറിയപ്പോൾ. നല്ല ടൈം എടുത്തു. നല്ല ടൈം എന്ന് പറഞ്ഞാൽ ഒരു 3.5 മണിക്കൂർ. അതും ഭയങ്കര സ്റ്റീപ്പായിട്ടുള്ള കയറ്റം. അതിനിടയ്ക്ക് ആൾക്കാർ ഇറങ്ങി വന്നി. അതിനിടയ്ക്ക് നമുക്ക് കയറണ്. ഭയങ്കര ഇടങ്ങാറായിരുന്നു. പിന്നെ പൊക്കത്ത് എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഒടുക്ക തണുപ്പും. ഇവര് ഭയങ്കര തണുപ്പ് തോന്നി. എനിക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഇവൻ കയ്യൊക്കെ ഉള്ളിലെടുത്ത് വെക്കുമായിരുന്നു. എനിക്ക് പൊക്കത്ത് ഭയങ്കര തണുപ്പായിരുന്നു. പക്ഷെ ഇറങ്ങിയപ്പോൾ എനിക്ക് ഭയങ്കര ഈസിയായിരുന്നു. സുഖം. പെട്ടെന്ന് ഇറങ്ങി. എനിക്കൊണ്ട് 2 മണിക്കൂറിൽ നമ്മൾ ഇറങ്ങി. 2 മണിക്കൂറിനുള്ളിൽ നമ്മൾ പെട്ടെന്ന് ഇറങ്ങി. പയ്യെ സമാധാനത്തോടെ. ബ്രീത്തിങ് ഇഷ്യൂ ഇല്ല. പക്ഷെ എനിക്ക് പൊക്കത്തോട്ട് കയറും തോറും ഇങ്ങനെ നെഞ്ചിനൊക്കെ ആകെ ഒരു പിടുത്തം, ബ്രീത്തിങ് ഇഷ്യൂ തന്നെ ഭയങ്കര ഇറങ്ങിയായിരുന്നു. പക്ഷെ ഇറങ്ങിയപ്പോൾ ഭയങ്കര ഈസി ആയിട്ട് ഇറങ്ങി. പക്ഷെ ഇറങ്ങി പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മ ഒരു ഡോർന്ന് പറഞ്ഞൊരു പുള്ളിക്കാരനെ കണ്ട്. പുള്ളിക്കാരനായിട്ട് പിന്നെയും പുള്ളിക്കാരൻ എടുത്ത റൂമിന്റെ അടുത്തോട്ട് വന്നപ്പോ പിന്നെയും കുറെ ഇറക്കോടുന്നു. അപ്പൊ തന്നെ കാലൊക്കെ വീണ്ടും താഴെ എത്തിയിട്ട് 1 കിലോമീറ്റർ വീണ്ടും നമ്മൾ താഴേക്ക് വന്നു. അതും ബാഗ് ഇട്ടിട്ടാണ് നടന്നത്. നമ്മ കഫേ പോയി ബാഗ് എടുത്ത് ആ പുള്ളിക്കാരൻ എടുത്ത റൂമിന്റെ അവിടെ തന്നെ നമ്മള് റൂം എടുത്ത് കേട്ടാ. 1200 ഇന്ത്യൻ റുപ്യല്ല ഈ റൂമിന്. ഇവന് വയ്യ, ഞാൻ ടെന്റ് അടിക്കുന്ന പറയാ ഞാൻ പോവാന്ന്. ടെന്റിൽ ആദ്യമായിട്ടാണ് കിടന്നുറങ്ങി. അതുകൊണ്ട് അത് ഞാൻ കിടന്നുറങ്ങിയില്ല മിനിയാന്ന്. എനിക്ക് ടെന്റിൽ കിടന്നുറങ്ങാൻ പറ്റുന്നുണ്ടായില്ല. അപ്പൊ ഞാനോടത്ത്
എന്തായാലും ഇത്രയും വലിയ ട്രെക്കിംഗ് കഴിഞ്ഞില്ല, ജസ്റ്റ് റെസ്റ്റ് എടുക്കുക, ഇന്ന് കിടന്ന് കറക്റ്റായിട്ട് അങ്ങനെയാണ് നമ്മളിവിടെ റൂം എടുത്തത്. ഇപ്പം രാവിലെ ആയിട്ട് ഞാനിങ്ങനെ വീഡിയോ ഒക്കെ കുറേ ദിവസമായിട്ട് വീഡിയോ ഇട്ടിട്ടില്ല. ഈ വീഡിയോ നിങ്ങൾ എപ്പോഴാണ് കാണുന്നതെന്ന് എനിക്കറിയില്ല. സോ എഡിറ്റ് ചെയ്തിട്ടില്ല. ഒരു കുറേ നാളായിട്ട് നാട്ടിൽ വന്ന പിന്നെ ട്രാവലിംഗ് മാത്രമുണ്ട്, വീഡിയോ എടുക്കുന്നില്ല. ഇപ്പോൾ രാവിലെ ഇതാ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ മ്യൂസ്ലി പാല് അത് കഴിച്ചുകൊണ്ടിരിക്കാം. ഇന്നിനെന്താ പ്ലാൻ എന്ന് അറിയില്ല. ഇപ്പോൾ റൂം ചെക്കൗട്ട് ചെയ്യണം, എന്നിട്ട് വേണം തീരുമാനിക്കാൻ അങ്ങോട്ടാണ് പോകേണ്ടതെന്നൊക്കെ. നല്ല തണുപ്പുണ്ടായിരുന്നു, പക്ഷെ എന്നാലും ഒരു പ്രാവശ്യം കണ്ട മൈനസിൽ പോയിട്ടുള്ളൂ. അതുവരെ മൈനസിലൊന്നും അല്ലാണ്ടൊന്നും പോയിട്ടില്ല. പക്ഷെ ഇവന് തണുപ്പ് തീരെ പറ്റുന്നില്ല, എനിക്കൊട്ടും പറ്റില്ല. ചൂടുള്ള കാലത്ത് വന്നിട്ടുണ്ട്, കാരണം യൂസ്ഡ് അല്ലല്ലോ. യൂസ്ഡ് അല്ലാത്തതുകൊണ്ടാ, പക്ഷെ യൂസ്ഡ് ആയ ഒക്കെ ആവും. ഫസ്റ്റ് ടൈം അല്ലേ? ഐ തിങ്ക് ഫസ്റ്റ് ടൈമാണ് ഇത്രയും തണുപ്പിലോട്ട് തന്നെ ആദ്യമായിട്ടാണ് ജീവിതത്തിൽ. അതിൻ്റെ എനിക്കും ആദ്യമൊക്കെ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. അതെപ്പോൾ എത്രയോ വർഷം മുന്നേ, ഞാൻ യൂട്യൂബൊക്കെ തുടങ്ങുന്നതിന് മുന്നേ, ഞാൻ ബാംഗ്ലൂർ കോളേജിൽ പഠിക്കുന്ന സമയത്തെല്ലാം ഞാൻ തണുപ്പിലേക്ക് ആദ്യമായിട്ട് നോർത്ത് ഇന്ത്യയിൽ എക്സ്പ്ലോർ ചെയ്യാൻ വന്നത്. അതിൻ്റെ ഒന്നും വീഡിയോയും ഫോട്ടോ ഉണ്ട് എൻ്റെ കയ്യിൽ പഴയ ഫോണിലൊക്കെ, അല്ലാണ്ട് വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല. അവിടുന്ന് ആ ബാഗൊക്കെ പാക്ക് ചെയ്ത് നമ്മൾ രണ്ടുപേരും ഇറങ്ങിയിട്ടുണ്ട്. എങ്ങോട്ടാന്നൊരു പ്ലാനും ഇല്ല. ആദ്യം നമുക്ക് മെക്ലോഗഞ്ച് എത്തണം. മെക്ലോഗഞ്ച് എത്തിയതിന് ശേഷം അവിടുന്ന് ധർമ്മശാല എത്തണം. നമുക്ക് ധർമ്മശാല എത്തിക്കഴിഞ്ഞാലാണ് വേറെ എങ്ങോട്ട് വേണേൽ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ധർമ്മശാല എത്തിയിട്ട് ബാക്കി പ്ലാൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇരിക്കുന്നത്. കാല് നടക്കാൻ പറ്റുന്നില്ല കേട്ടാ. ബാഗിട്ട് നടക്കുന്ന സമയത്ത് എൻ്റെ 2 തൊടേൻ്റെ ഇതും കാഫ്സും ഒക്കെ ഭയങ്കര പെയിനാണ്. നിനക്കുണ്ടാ കാഫ്സ് പെയിൻ? എനിക്ക് മൊത്തം കാലങ്ങോട്ട് അരക്കി പോട്ട് ഫുള്ള് പെയിനാട്ടാ, നല്ല പെയിനായിട്ടുള്ളത്. പ്ലെയിൻ ആയിട്ടുള്ള സ്ഥലത്ത് കൂടെ തന്നെ നടക്കാൻ പറ്റുന്നില്ല. ഇറക്കുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ പെയിൻ. നമ്മളിതാ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. സോ ആലു പൊറോട്ട മുന്നേ കഴിച്ചിട്ടില്ലല്ലോ? മോസ്റ്റ്ലി ഞാൻ ഇവിടുന്ന് ഹിമാചലിൽ നിന്നാണ് കഴിച്ചിട്ടുള്ളൂ. ഞാൻ വേറെ എവിടെ നിന്നും കഴിച്ചിട്ടില്ല. എല്ലാവിടെയും ഉണ്ട്, പക്ഷെ ഞാൻ ഇവിടെ നിന്നാണ് ആകെ കഴിച്ചിട്ടുള്ളൂ. കഴിച്ചോ, എനിക്ക് വലിയ ഇഷ്ടമല്ല. കഴിച്ചോക്ക്, ഉരുളക്കിഴങ്ങായിരിക്കും അതിൻ്റെ ഉള്ളില്. അതാണ് ആലു. ഞാൻ കഴിക്കണോ? നീ കഴിച്ചിട്ട് പറ. അച്ചാറ് കൂട്ടണമെന്നൊന്നുമില്ല. ഇഷ്ടായ? കുഴപ്പമില്ല. എനിക്ക് വലിയ ഇഷ്ടമല്ല. ഫുഡ് കഴിച്ചിട്ട് അവിടുന്ന് ഇറങ്ങി നടക്കുകയാണ്. ലിഫ്റ്റ് അടിക്കാൻ വണ്ടി കിട്ടാണ്, ലിഫ്റ്റ് അടിക്കാന്ന് പറഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. പക്ഷെ വണ്ടിയൊന്നും അങ്ങനെ വരുന്നില്ല കേട്ടോ. ലിഫ്റ്റ് കിട്ടി. കേറി അതിൻ്റെ ഉള്ളിൽ ബാഗൊന്നും വെക്കാനേ സ്ഥല. ആദ്യം ആ ചെറിയ ബാഗ് എടുത്തുള്ളു വെക്ക്, എന്നിട്ട് മറ്റേ ബാഗ് എടുത്ത് അങ്ങ് ചേർത്ത് വെക്ക്, എന്നിട്ട് കയറി. ഭാഗ്യമുണ്ടോ ശരിക്കും. നമ്മൾ കുറേ നേരമായി നടക്കുന്നു, നമുക്ക് വണ്ടി കിട്ടി, ഭാഗ്യമാണ്. ആ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ടേ നമ്മളിങ്ങനെ ഹിച്ചൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. ഇതിവിടെ ഇങ്ങനെ നല്ല തിരിവായതുകൊണ്ട് നമുക്ക് ലിഫ്റ്റ് അടിക്കാൻ പാടാണ്. ഇവിടെ നോക്കിതേ മൗണ്ടെയ്ൻസും അതിൻ്റെ മുകളിലൊക്കെ കണ്ടോ, ഫുൾ സ്നോ മൗണ്ടെയ്ൻസ് ആണ് കാണുന്നത്. നമുക്ക് അങ്ങോട്ട് ഒരു 30 കിലോമീറ്ററൊക്കെ ട്രക്ക് ചെയ്യാനുണ്ടായിരുന്നു. ട്രക്ക് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് സ്നോ എല്ലാം കിട്ടിയായിരുന്നു. പക്ഷെ അത്രയും ദൂരം നമ്മൾ ട്രക്ക് ചെയ്ത് എത്തൂലായിരുന്നു, ഭയങ്കര പാടാണ്. കുറേ നാളായിട്ട് ട്രക്ക് ചെയ്യാത്തതുകൊണ്ട്. പിന്നെ ഇവിടെ നോക്കിയേ, ഇത് കണ്ട വില്ലേജൊക്കെ അതിൻ്റെ താഴെയെല്ലാം. സോ ഇതുവഴി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കണേ. നമ്മളിത് ഇവിടുന്ന് ലിഫ്റ്റ് അടിക്കുമായിരുന്നു. കുറച്ചേരം ഒരു 10 മിനിറ്റ് ലിഫ്റ്റ് അടിച്ചാൽ തന്നെ നമുക്കൊരു വണ്ടി ലിഫ്റ്റ് കിട്ടിയിട്ടോ. താങ്ക് യു ഭയ്യ, താങ്ക് യു. ഒറ്റയ്ക്ക് പോവായിരുന്നു, ആള് ഫോണൊക്കെ വിളിച്ച്. കൊള്ളാം. എവിടെ നിർവാണയോ അങ്ങനെ ഏതോ സ്ഥലമൊക്കെ പറഞ്ഞേ, എവിടാന്ന് തന്നെ എനിക്കറിയില്ല. ഇനി മാപ്പിൽ നോക്കണം. വി ആർ ഫ്രം കേരള. നമ്മളിപ്പോ നിർവാണെന്ന് പറഞ്ഞു. നല്ല പേര് നിർവാണ. എന്ത് നിർവാണ? മറ്റേ ഷെഫിള്ളയുടെ എന്തോ ഫുഡ്. വേറെ നിന്റെ ടീഷർട്ടിൽ എന്താന്നറിയില്ല. നമ്മളിനി ഇവിടുന്ന് അടുത്ത് ഹിച്ചേക്കാൻ വേണ്ടി പോകട്ടോ. പയ്യെ ഇങ്ങനെ നടക്കുവാണ്, കാരണം ഇവിടെ വണ്ടി നിർത്താനുള്ള സ്പേസ് ഇല്ല. റോഡിലൊക്കെ ഫുൾ റോഡ്, ചെറിയ റോഡാണ്.
നമ്മൾ കുറച്ച് പോയി കഴിഞ്ഞാൽ പാലംപൂർ പോവും. ഞാൻ മുന്നേ ഏതോ വഴി തെറ്റിയിട്ട് ഞാൻ ധർമ്മശാല വഴി വന്നിട്ട് പാലംപൂരിലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ അതല്ലാണ്ട് ഞാൻ ബിറിൽ വന്നിട്ടുണ്ട്. ആ വഴിയൊക്കെയാണ് പോകുന്നത്. നമ്മളിപ്പോൾ മണാലിയിലേക്കാണ് പോകുന്നത് കേട്ടോ. എന്താടാ ഫോട്ടോ എന്തിന്? ഹായ് ഏതാ ചിരി നോക്ക്. आपका नाम क्या है? सन्नी है सन्नी सरनिया सन्नी सन्निया हाँ सेड़ा सन्नी कुट्टा ओके हाँ इसका क्या ऋतिक स्वामी ऋतिक स्वामी ऋतिक स्वामी सोनी 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 ओके ONI ഓക്കെ 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 ഋത്തിക് റോഷനും പണ്ടല്ല ഇങ്ങനെ ഫോട്ടോ എടുക്കാൻ. ഇപ്പൊ ഈ 2026 ഇങ്ങനെയാ. अभी कहाँ जा रहे हो? मनाली मनाली यहाँ से जाओगे? हाँ ऐसे जाएगा यहाँ से लिफ्ट लिफ्ट जाएगा लेके लिफ्ट लेके जाएगा. പണ്ടർ ഹിന്ദി എനിക്ക് വരൂല. എനിക്ക് ഹിന്ദി തോടാ തോടായേगा. തോടാ തോടാ ആയേगा. എനിക്കറിയില്ല ഹിന്ദി. കുറച്ച് വന്നത് വന്നില്ല. കേരള കേരള ഇവിടെ എല്ലാരും ഈ കേരളനെ കേരൾ എന്ന് പറയും. കേരളമല്ല കേരളയല്ല കേരള ആക്കി എന്നാണ് എല്ലാരും പറയുന്നത്. അല്ലെ കേരള എന്നുള്ള കേരള ആക്കിയാ. യൂട്യൂബ് യൂട്യൂബ് यूट्यूब यूट्यूब आ जाएगा जरूर आ जाएगा. सर्च मारो तो क्या नाम है? हाँ बैकपैकर अरुणिमा. मेरे पास फोन है. मैं देता हूँ. मैं दूँ आपको. मैं देता हूँ. आप करो. हाँ आ जाओ. ठीक है ആ ठीक है വരാൻ പറയുന്നു. നമ്മളിപ്പോ നിർവാണ എന്താ ചിരിക്കണത്? നല്ല പേര് നിർവാണ. നിർവാണ ആ നിർവാണ എന്ത് കേട്ടിട്ടില്ലേ നിർവാണ? നിർവാണ വെച്ച് ഷെഫിള്ളയുടെ എന്തോ ഫുഡ് വേറെ നിന്റെ ടീഷർട്ടിൽ എന്താന്നറിയില്ല. നമ്മളിനി ഇവിടുന്ന് അടുത്ത് ഹിച്ചേക്കാൻ വേണ്ടി പോകട്ടോ. പയ്യെ ഇങ്ങനെ നടക്കുവാണ്. കാരണം ഇവിടെ വണ്ടി നിർത്താനുള്ള സ്പേസ് ഇല്ല. റോഡിലൊക്കെ ഫുൾ റോഡ് ചെറിയ റോഡാണ്. നമ്മൾ കുറച്ച് പോയി കഴിഞ്ഞാൽ പാലംപൂർ പോവും. ഞാൻ മുന്നേ ഏതോ വഴി തെറ്റിയിട്ട് ഞാൻ ധർമ്മശാല വഴി വന്നിട്ട് പാലംപൂരിലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ അതല്ലാണ്ട് ഞാൻ ബിറിൽ വന്നിട്ടുണ്ട്. ആ വഴിയൊക്കെയാണ് പോകുന്നത്. നമ്മളിപ്പോൾ മണാലിയിലേക്കാണ് പോകുന്നത് കേട്ടോ. എന്താടാ ഫോട്ടോ എന്തിന്? ഹായ് ഏതാ ചിരി നോക്ക്. आपका नाम क्या है? सन्नी है सन्नी सरनिया सन्नी सन्निया हाँ सेड़ा सन्नी कुट्टा ओके हाँ इसका क्या ऋतिक स्वामी ऋतिक स्वामी ऋतिक स्वामी सोनी 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 ओके ONI ഓക്കെ 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 ഋത്തിക് റോഷനും പണ്ടല്ല ഇങ്ങനെ ഫോട്ടോ എടുക്കാൻ. ഇപ്പൊ ഈ 2026 ഇങ്ങനെയാ. अभी कहाँ जा रहे हो? मनाली मनाली यहाँ से जाओगे? हाँ ऐसे जाएगा यहाँ से लिफ्ट लिफ्ट जाएगा लेके लिफ्ट लेके जाएगा. പണ്ടർ ഹിന്ദി എനിക്ക് വരൂല. എനിക്ക് ഹിന്ദി തോടാ തോടായേगा. തോടാ തോടാ ആയേगा. എനിക്കറിയില്ല ഹിന്ദി. കുറച്ച് വന്നത് വന്നില്ല. केरल से കേരള കേരള ഇവിടെ എല്ലാരും ഈ കേരളനെ കേരൾ എന്ന് പറയും. കേരളമല്ല കേരളയല്ല കേരള ആക്കി എന്നാണ് എല്ലാരും പറയുന്നത്. അല്ലെ കേരള എന്നുള്ള കേരള ആക്കിയാ. अभी केरल ये स्नैप भेजोगे हमें. ये स्नैप यूट्यूब 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 में यूट्यूब आ जाएगा. आ जाएगा जरूर आ जाएगा. सर्च मारो तो क्या नाम है? हाँ बैकपैकर अरुणिमा. मेरे पास फोन है. मैं देता हूँ. मैं दूँ आपको. मैं देता हूँ. आप करो. हाँ आ जाओ. ठीक है ആ ठीक है വരാൻ പറയുന്നു. ഇവിടെ നമുക്ക് ഈ ഒരു വണ്ടി ലിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അവിടെ നിന്ന് ഇറങ്ങി നടക്കുമായിരുന്നു വാഷ്റൂമിലൊക്കെ പോയിട്ട്. ആ ഏയ് നീ തന്നെ 2 വർത്താനം പറയല്ലേ. എൻ്റെ അടുത്ത് ആദ്യം കയറിക്കോന്ന് പറഞ്ഞിട്ട് പിന്നെ വൈകിട്ട് പറയാം. ഒരു മിനിറ്റ് എൻ്റെ കാല്. ओके ठीक है बहुत धन्यवाद. कितना दूर जाएगा? मेरा ज़्यादा नहीं है. ज़्यादा से ज़्यादा 5 किलोमीटर. 5 किलो ठीक है चलेगा ആ 5 കിലോമീറ്റർ നമുക്ക് ലിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ ഹിച്ചൈക്കും അങ്ങനെ തന്നെ ചിലപ്പോൾ 5 കിലോമീറ്റർ ഇട്ട് ചിലപ്പോൾ 500 കിലോമീറ്റർ ഇട്ടു. അത് ഭാഗ്യം പോലെയാ. പക്ഷെ എല്ലാം ഓരോ എക്സ്പീരിയൻസാ.
പോകുന്ന വഴിക്ക് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വില്ലേജസ് ഒക്കെ കണ്ടിട്ടാട്ടോ നമ്മൾ പോകുന്നത്. നൈസാണ്. പിന്നെ എല്ലാവരും ഇങ്ങനെ സ്പ്രിങ് സ്റ്റാർട്ട് ചെയ്ത പോലെ കുറേ പൂക്കളൊക്കെ കാണുന്നുണ്ട്. കണ്ടാ അടിപൊളി. ഒരു ചെറിയ ഗ്രാമത്തിലൂടെ ടൗണിലൂടെ ഒക്കെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. താങ്ക് യു സോ മച്ച്. ആളെന്തോ കച്ചവടം ചെയ്യുന്ന കൊണ്ടുപോട്ടാ, എന്തോ തന്നു നമുക്കല്ലേ. ലസ്സിയാണോ? ആ ലസ്സി. ഓ Good hospitality. Yeah. I never expect this from here. I expect because I have experience. Not expected. Seriously not expected. ഇതുണ്ട് ഗ്രാമത്തിലേക്കൊക്കെ ഉള്ള ചെറിയ റോഡാണ് കാണുന്നത്. എന്താണ് അത് ഉണ്ടാക്കുന്ന ഫുഡ്? എന്തേലൊക്കെ കാണുമ്പോൾ എന്തേലൊക്കെ തിന്നാൻ തോന്നും. ഇവിടെ നോക്ക് സമ്മർ. അയ്യോ എല്ലാ വണ്ടിയിലും ആൾക്കാരുണ്ട് കേട്ടാ. എന്താണ്ട് ഇങ്ങനെ അടിക്കണേ. ഇവിടെ വെള്ളമൊന്നും ഇല്ലാട്ടോ ഇപ്പൊ, കാരണം ഫുള്ള് വറ്റി വരണ്ട് കിടക്കുവാണ്. ഈ മഴയെല്ലാം പെയ്തിട്ട് വേണം വെള്ളം എല്ലാം കിട്ടാൻ വേണ്ടിയിട്ട്. നമുക്കിങ്ങനെ പയ്യെ നടക്കാം. പയ്യെ നടന്നു കഴിയുമ്പോൾ ഏതെങ്കിലുമൊക്കെ വണ്ടി ലിഫ്റ്റ് കിട്ടും. കാണാൻ പറ്റുന്നില്ല കേട്ടോ ശരിക്കും ഉള്ളിൽ ആൾക്കാരുണ്ടോന്ന്. ഇവിടെ വണ്ടി ഇല്ല, സ്ഥലമില്ല വണ്ടി നിർത്താനായിട്ട്. നമ്മള് ബ്രിഡ്ജിന്റെ അവിടെ അല്ലേ. ഇത് നോക്ക് എന്ത് രസാ, ഫുള്ള് പച്ചപ്പും കുറേ കൃഷിയും. എന്ത് കൃഷിയാന്നൊന്നും മനസ്സിലാവുന്നില്ല കേട്ടോ. ഭയങ്കര വ്യൂവും. ആ ചേച്ചി ഇങ്ങനെ എന്തൊക്കെയോ പണിയൊക്കെ ചെയ്ത് നടക്കുന്നു. ഭയങ്കര രസമുണ്ടല്ലേ, നല്ല ഗ്രീനറി. എനിക്ക് ഇങ്ങനത്തെ പച്ചപ്പാണ് മഞ്ഞിനേക്കാൾ കൂടുതൽ ഇഷ്ടം. പിന്നെ പോണ വഴിക്കൊക്കെ പൂക്കൾ കാണുന്നുണ്ട്. വയ്യ ഇവിടം വരെ ഉള്ളൂ അവിടം വരെ ഉള്ളൂ എന്നാണ് അതിനർത്ഥം. മനസ്സിലായി? ഇങ്ങനെ കാണിച്ചാ നടന്നുകൊണ്ടിരിക്കാം. എല്ലാവരും ഇവിടെ ലോക്കൽ ഓട്ടത്തിന് പോകുന്നതാണ്. കുറച്ച് ലോങ് ആണ്, നമ്മളെ കാണുമ്പോൾ മനസ്സിലാവും അവർക്ക് ലോങ് ആണെന്ന്. അതാണ് ഇവിടെ സൈഡിലൊക്കെ നോക്ക്, മൊത്തം പൂക്കളും പുഴകളും പൂങ്കിനാവിൽ ലഹരിയും ഭൂമി സുന്ദരം. ലിഫ്റ്റടി നിറഞ്ഞൊന്നിരിക്കില്ല, ബാക്കിലൊക്കെ സീറ്റ് ഉണ്ട്. ഞാൻ കണ്ട ഈ പയ്യ പറഞ്ഞു ഇവിടെ വരെ ഉള്ളൂന്ന്. ഞാൻ പറഞ്ഞില്ലേ. ഇതേ അവിടെ ഒരു ഡോഗ് ഉണ്ട് കേട്ടോ. നേരത്തെ ഞാൻ ഒരു ഡോഗിന് വേണ്ടിയിട്ട് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ബിസ്ക്കറ്റ്. അപ്പം ഞാൻ അതിന് കൊടുക്കാൻ വേണ്ടി കം. ആ വണ്ടി നോക്കിയിട്ട് ക്രോസ് ചെയ്യാം. അതിന് ബുദ്ധി ഉണ്ട്, അതിനെ നോക്കി ക്രോസ് ചെയ്യാനൊക്കെ അറിയാം. ബാ നോക്കി വാ. ഇഷ്ടല്ലടാ അതിന്. കഴിച്ച് എടാ സൈഡിലേക്ക് നിൽക്കടാ, വണ്ടി സ്ഥലമില്ല, സൈഡിലേക്ക് നിൽക്ക്. ഇവിടെ ലിഫ്റ്റ് കിട്ടിയിട്ടാ. അവിടെ ഒരു ചേച്ചി പറഞ്ഞാൽ നമുക്ക് ലിഫ്റ്റ് ഒന്നും കിട്ടൂലെന്ന്. കുടുങ്ങു നോക്കി. ബാഗ് ഊരി വേണം കയറാൻ. ബാഗ് ഊരിയിട്ട് വേണം കയറാൻ. ഓക്കെ ചലോ. ലിഫ്റ്റ് ഒന്നും കിട്ടൂലാന്ന് ചേച്ചിയോട് പറയണേ. ചാറ്റ് കൊടുക്കാം. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താ അറിയോ, നമ്മൾ ലിഫ്റ്റ് അടിക്കുമ്പോൾ ഇതുപോലത്തെ ആൾക്കാർ നമ്മുടെ ലിഫ്റ്റ് കിട്ടില്ല എന്ന് പറയും. അവര് മുന്നിൽ നിന്ന് ലിഫ്റ്റ് അടിച്ച് പോകുമ്പോൾ ഇതുപോലെ ചാറ്റ് കൊടുക്കും. അത് ഭയങ്കര ഫണ്ണാ. എനിക്ക് ഇങ്ങനെയുള്ള വണ്ടിയിൽ ഓപ്പൺ ആയിട്ട് പോകാൻ ഭയങ്കര രസമാണ്. കാരണം നമുക്കിങ്ങനെ എല്ലാം കണ്ട് ആസ്വദിച്ച് പോവാം. ബാഗ് ഊരിയിട്ട് വേണം കയറാൻ. കുടുങ്ങി അത്ര ഹൈറ്റ് ഉള്ളതല്ലേ. എന്താ അടിപൊളി വ്യൂ ആണ് നോക്കി. മൗണ്ടൈൻസ് എല്ലാം ആയിട്ട് സോ ബ്യൂട്ടിഫുൾ. ഇവിടത്തെ ബോർഡ് കാണാൻ പറ്റുന്നുണ്ടോ. പാലംപൂർ, പിന്നെ ബൈജ്നായ മണ്ടി 114, കുളു 173. അതിനിടയിൽ കുട്ടിക്കുരങ്ങന്മാർ. അല്ലോ കടിച്ച് എടാ കടിച്ചടാ അമ്മേ, കടിച്ച്. എന്താണ്ടാ അഗ്രസീവാ. കുഞ്ഞുകുരകൻ പറഞ്ഞ കേട്ടാ. കുഞ്ഞുകുരകൻ അമ്മേനോട് എന്തോ പറഞ്ഞടാ അവരുടെ ഭാഷയില്. കേട്ടില്ല നീ? ഞാൻ കേട്ട്. ആ കുഞ്ഞുകുരകൻ ഭയങ്കര പ്രശ്നമാക്കി. മൂന്നാറ് കുരക്കന്മാര് പാവാന്ന് പറയണത്. ഇതൊന്നല്ല, ബാലിയിലെ കുരങ്ങന്മാരാണ് ഏറ്റവും പ്രശ്നം. ഭയങ്കര സീൻ കുരങ്ങന്മാരാ. അവിടെ നിറയുണ്ട്. ഇതേ വരുന്നുണ്ടാ പോണണ്ട. നാട് റൂട്ടിൽ കൂടെ എല്ലാം ഓടിപ്പോണോക്കി. പട്ടികൾ ഓടിപ്പോണ പോലെയാണ് കുരങ്ങന്മാർ ഓടിപ്പോകുന്നത്. അവിടെ ഇരുന്നിട്ട് ആ കുഞ്ഞു കുരങ്ങനും വലിയ കുരങ്ങനോട് എന്തോ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്.
ഇവിടെ നമുക്ക് അടുത്തൊരു വണ്ടി ലിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പാലംപൂർ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലം വരാണ് ലിഫ്റ്റ് കിട്ടിയിട്ടുള്ളത്. നമുക്ക് മൗണ്ടെയിൻസ് ഫുള്ള് സ്നോ ആണ്. ഇപ്പോൾ സ്നോ അങ്ങനെ മാറി തുടങ്ങി. എല്ലാ മൗണ്ടെയിൻസിലും സ്നോ ഇല്ല കേട്ടോ. കുറേ കുതിരേനെ കാണാൻ പറ്റുന്നുണ്ട് വഴിയിലെല്ലാം. കുതിരയും പശുവും ഫുള്ള് വഴിയിലും ഇങ്ങനെ കാണാം കേട്ടോ. പിന്നെ കുറേ കൃഷിയിടങ്ങളാണ് ഇവിടെയൊക്കെ കാണുന്നത്. ഇവിടെ കുറേ ടീ പ്ലാന്റേഷൻസ് ഒക്കെ കാണാം കേട്ടോ. ഇവൻ ആ മൂന്നാറിലെ ടീ പ്ലാന്റേഷൻസ് എല്ലാം കണ്ടിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ഇവിടെ വന്നപ്പോ വീണ്ടും ടീ പ്ലാന്റേഷൻ അല്ല, ഇന്ത്യയിലെ തണുപ്പുള്ള പല സ്ഥലങ്ങളിലും ഇങ്ങനെ ടീ പ്ലാന്റേഷൻസ് നമുക്ക് കാണാൻ പറ്റും. ആ പക്ഷെ ഈ ടീ പ്ലാന്റേഷൻ ഉള്ള സ്ഥലത്ത് സ്നോ വ്യൂ ഉള്ള മൗണ്ടെയിൻ കാണാൻ പറ്റില്ല. ആ അത് ഇവിടെ ഉള്ളു. ലിഫ്റ്റ് അടിക്കുന്നതിന്റെ ഇടയിൽ അവിടെ ഇറങ്ങി പാലംപൂരെത്തി ഫുഡ് കഴിക്കാട്ടോ. നല്ല ഫുഡാ. കുറെ ദിവസമായി ചിക്കൻ എല്ലാം കഴിക്കാണ്ടിരിക്കുന്നു. അല്ലോ ഓപ്പണാ, നിന്നിട്ട് വേണം കഴിക്കാം. ഇങ്ങനെ ഓപ്പൺ ആയിട്ട് നമ്മളൊരു ഹാഫാ പറഞ്ഞിട്ടുള്ളത്. അതിന് 220. പിന്നെ തന്തൂർ റൊട്ടി 12 അതൊക്കെ ഉള്ളു കേട്ടോ. ഇങ്ങനെ ഇവിടെ നിന്ന് കഴിക്കാനുള്ള സൗകര്യമുള്ളൂ. ഇവിടെ നോക്കി എഴുതിയേക്കുന്നുണ്ടോ കാണാൻ പറ്റുന്നില്ല. ബിർലെത്തിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഒരു വണ്ടി ലിഫ്റ്റ് അടിച്ചിട്ട് വന്നതാണ്ടോ. അപ്പം ഞാൻ അവരുടെ കൂടെ അവരുടെ സ്ഥലത്തേക്ക് തന്നെ പോവാണ്. അവർ വീട്ടിൽ അവിടെ സ്റ്റേ ചെയ്യാൻ വേണ്ടി ഇൻവൈറ്റ് ചെയ്ത്. വീടല്ല, അവർക്ക് എന്തോ ഹോട്ടൽ എന്തോ ഉണ്ട്. അപ്പോൾ രാത്രി ആയതുകൊണ്ട് വിചാരിച്ച് നമ്മൾ അവിടെ തന്നെ പോയി സ്റ്റേ ചെയ്യാമെന്ന്. ബിർ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് എത്തിയിട്ടുള്ളത്. ഈ പാരാഗ്ലൈഡിങ്ങിന് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ്. നമ്മളിതാ ബിർല് അവരുടെ ഹോട്ടലിൽ വന്ന് എത്തിയിട്ടുണ്ട് കേട്ടോ. ഈ കാണുന്നതാണ് അവരുടെ ഹോട്ടൽ. ഇങ്ങനെ വീട്ടിലേക്കൊക്കെ വിളിച്ചു കൊണ്ടുപോകുമ്പോൾ ഇവന് ഭയങ്കര അത്ഭുതമായിരുന്നു. കാരണം അവന് ഇതുവരെ അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലല്ലോ. പരിചയമില്ലാത്ത ആൾക്കാരുടെ വണ്ടി ലിഫ്റ്റ് അടിക്കുന്നു, അവർ ഒരു സ്ഥലത്തേക്ക് വിളിച്ചു കൊണ്ടുപോകുന്നു. അപ്പോൾ അവൻ ചോദിക്കുക ഫ്രീ ആയിട്ടാണോ സ്റ്റേ ചെയ്യുന്നതെന്ന്. ഞാനപ്പോൾ അതേന്ന് പറഞ്ഞപ്പോൾ അവനത് അത്ഭുതം. അവൻ അങ്ങനെ ഒന്നും എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. അങ്ങനെ മുന്നേ ബാക്ക് പാക്കിങ് ചെയ്ത ശീലമൊന്നുമില്ല. അതുകൊണ്ടാണ് ഭയങ്കര അത്ഭുതത്തോടെ. ഞാൻ എല്ലാ ദിവസവും ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിലാണ്, ഓരോ സ്ഥലത്ത് താമസിക്കുക, ടെൻ്റ് അടിച്ച് താമസിക്കുക. എല്ലാം അവന് പുതിയതാണ്. ഉണ്ടോ ഇതൊക്കെ? വാവ്, നല്ല രസമുണ്ട് കേട്ടോ. അവിടെ എത്തി ഫുഡൊക്കെ കഴിച്ച് അത് കഴിഞ്ഞിട്ട് ഇതാ കിടന്നുറങ്ങാൻ വേണ്ടി പോവാണ്. സോ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ പോവാണ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ. എല്ലാവർക്കും ഗുഡ് നൈറ്റ്.